നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് മാർക്കറ്റ് മേളിലും താഴെയും പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിൽ 20 പോയിന്റ് വരയ്ക്കും നെഗറ്റീവിൽ പോയായിരുന്നു. പിന്നെ 80 പോയിന്റ് മേളിൽ പോയി. 50 പോയിന്റിൽ താഴെ വീഴുന്നു. ഇപ്പോൾ 40 പോയിന്റ് പ്ലസ് ട്രേഡ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് മേളിലും താഴെയും പോണത് കാണുമ്പോൾ വലുതായിട്ട് 300 പോയിന്റ് കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തോടെ അമേരിക്കയുടെ റേറ്റ് കട്ട് മാറ്റർ തീർന്നു. ജെറോം പോൾ റേറ്റ് കട്ട് ചെയ്തു. പക്ഷെ 3 പേർ ഡിഫെൻഡ് ചെയ്തു. 2 പേർ റേറ്റ് കട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഒരാൾ ഡബിൾ റേറ്റ് കട്ട് ചെയ്യാനും പറഞ്ഞു. അമേരിക്കയിൽ 12 റീജിയണൽ ബാങ്ക് ഇരിക്കുന്നു. അതിൽ 8 റീജിയണൽ ബാങ്ക് എന്ത് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ റേറ്റ് കട്ട് ചെയ്യാതെ എന്ന് പറയുന്നു. ഓവറോളായിട്ട് സൈലന്റ് ആയിട്ട് ഒരു ഡിഫറൻറ്റ് ഇരിക്കുന്നു എന്ന് ബ്ലൂംബർഗിൽ പറയുന്നു. ഈ സൈലന്റ് ഡിസെന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ചെയ്ത് അടുത്ത മെയ് വരയ്ക്കും റേറ്റ് കട്ട് ഇരിക്കത്തില്ല എന്നാണ് തോന്നുന്നു. എൻട്രി 2026 ഒരേ ഒരു റേറ്റ് കട്ട് മാത്രം തന്നെ ഇരിക്കും എന്നാണ് പറയുന്നത്. ഇതുപോലെ ഒരു റേറ്റ് കട്ട് മാത്രം തന്നെ കൊണ്ടുവരുവാണെങ്കിൽ സ്വർണത്തിന്റെ വില 4800 പോകൂല. റേറ്റ് കട്ട് ഇല്ല എങ്കിൽ വളരെ കഷ്ടമാണ്. ബട്ട് സ്വർണത്തിനും വെള്ളിയിനും ഗോൾഡ് എന്ന് പറയുന്നത് 30 രൂപ 40 രൂപയ്ക്ക് അടുത്ത് കയറിയിരിക്കുന്നു. സോ 22 ക്യാരറ്റ് ഗോൾഡ് 12500 വന്നിരിക്കുന്നു. 13145 വന്നിരിക്കുന്നു 24 ക്യാരറ്റ് ഗോൾഡ്. 18 ക്യാരറ്റ് ഗോൾഡും 10,000 രൂപ താണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. വെള്ളി 2 ലക്ഷത്തിന്റെ മുകളിൽ പോയിരിക്കുന്നു. ആൾ ടൈം ഹൈയിലാണ് ഇരിക്കുന്നത്. വെള്ളി എന്ന് പറയുന്നത് ഒരു മോണിറ്ററി മെറ്റൽ അല്ല, ഒരു സ്പെക്കുലേറ്റീവ് ബബിളിലാണ് ഇരിക്കുന്നത്. DIS പറയുന്നു ഗോൾഡും ഒരു സ്പെക്കുലേറ്റഡ് ബബിളിലാണ് ഇരിക്കുന്നു എന്ന്. ഇത് കാരണം നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. US ഡോളർ INR വന്നിട്ട് 1929. RBI എത്രയും വിട്ടാലും നമ്മളെ കൊണ്ട് ഒന്നും മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. വൃക്കാഴ ഇരിക്കുന്നതാണ് ബെറ്റർ ഇതിൽ. സോ നമ്മൾ ഇതിൽ വളരെ സൂക്ഷിച്ചിരിക്കണം. മെറ്റൽസ് എല്ലാം ഹൈ ടൈമിലാണ് ഇരിക്കുന്നത്. US വന്നിട്ട് റേറ്റ് കട്ട് ചെയ്തില്ലെങ്കിൽ വലിയ പ്രോബ്ലം ആകും. ഒരു പേർ ഡിസൈൻ ചെയ്യുന്ന സമയം ട്രംപ് ഭാഗവതർ എന്ത് പറയുന്നെന്ന് വെച്ചാൽ 0.5 കട്ട് ചെയ്തിരിക്കണം. നിങ്ങൾ കട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. ഇത് വളരെ തെറ്റ്. ഞാൻ പുതിയ ആളിനെ ഇട്ട് ഇഷ്ടത്തിന് റേറ്റ് കട്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. പിന്നെ ഓൾറെഡി ജെറോം പോൾ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഈ ഷട്ട് ഡൗൺ കാരണം എനിക്ക് ആവശ്യമുള്ള ഡേറ്റ കറക്റ്റ് ആയിട്ടില്ല, ഇൻഫ്ലേഷൻ ഡേറ്റ ഇല്ല, 2.9 അടുത്ത് ഇരിക്കുന്നു എന്ന് പറയുന്നു. ആ 8 പേർ എന്ത് വിചാരിക്കുന്നു വെച്ചാൽ ഇൻഫ്ലേഷൻ കയറും. ഇതൊക്കെ നോക്കുമ്പോൾ ഓവറോളായിട്ട് അമേരിക്കൻ എക്സ്റ്റാബ്ലിഷ്മെന്റ് അകത്ത് തന്നെ പ്രോബ്ലം ഇരിക്കുന്നു. വലിയ റേറ്റ് കട്ട് ചോദിക്കുന്നു, പക്ഷേ 8 പേർ റേറ്റ് കട്ട് വേണ്ടാന്ന് പറയുന്നു. സോ ഇത് എങ്ങനെ ആണെങ്കിൽ നടക്കാം. ഒരു 25 വർഷമായിട്ട് ഞാൻ ഹെഡിങ് നോക്കുന്ന സമയം ഇത്രയും ഡിസൈൻ ഞാൻ നോക്കിയിട്ടില്ല. ഇത് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദി വേ എന്ന് നമ്മൾ പറയാം. ക്രിക്കറ്റിൽ ഒരു വലിയ ഡെവലപ്മെൻറ്റ് വിവോ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ICC, അതായത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ, ഞങ്ങളെ കൊണ്ട് ഈ കോൺട്രാക്റ്റ് ഒക്കെ ഹോണർ ചെയ്യാൻ പറ്റൂല. അതായത് നിങ്ങൾ ഇനി വേറെ ഒരാളിനെ നോക്ക് റൺ ചെയ്യാൻ. നിങ്ങൾ ചോദിച്ച $2.7 ബില്യൺ ഒക്കെ ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റൂല. വേറെ റെസ്റ്റ് ഓഫ് ദി വേൾഡിന് മാർക്കറ്റിലിരുന്ന് 1.5 ബില്യൺ തരും എന്ന് പറഞ്ഞതിന് കളക്ട് കിട്ടും. സോ ഞങ്ങളെ കൊണ്ട് പ്രോഫിറ്റ് ഒന്നും ചെയ്യാൻ പറ്റൂല. ഈ ICC കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ നോക്കിക്കോ പറഞ്ഞു. ഇത് വന്നിട്ട് അടുത്ത സൈക്കിൾ 2027 വരെ ഈ സൈക്കിളിൽ പ്രോബ്ലം ഉണ്ടായിരിക്കും. 27 to 30 ആ സൈക്കിളിൽ 3 ബില്യൺ വാല്യൂ ഇട്ടായിരുന്നു. അതായത് ICCയിൽ പിന്നെ അതിൻ്റെ 4 ബില്യൺ ആണെങ്കിൽ ഇതിൽ എന്തൊരു മനസ്സിലാവുമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ 80% കാശ് വരും. അതിൽ ഏതൊരു ഫോണിൽ ചെയ്യണം അല്ലെങ്കിൽ അതിനെ സ്റ്റാർട്ട് ചെയ്യണം. ഇനി വന്നിട്ട് നെറ്റ്ഫ്ലിക്സ് ചെയ്യാം. നെറ്റ്ഫ്ലിക്സ് വന്നിട്ട് ക്രിക്കറ്റിൽ നിന്ന് വളരെ ദൂരമായിട്ടാണ് ഇരിക്കുന്നു. അമേസോൺ വെറും ന്യൂസിലാൻഡ് റൈറ്റ്സ് മാത്രം തന്നെ വാങ്ങിയിരിക്കുന്നു. സോണിയും ഇൻട്രസ്റ്റ് ഇല്ല, സ്റ്റാറും ഇൻട്രസ്റ്റ് ഇല്ല. ഒരാൾ നോക്കുമ്പം ICCയുടെ ഗതി അതോ ഗതിയാണ്. എല്ലാവരും IPL മാത്രം നോക്കി കാശാക്കിയിട്ട് പോകാം എന്നാണ് നോക്കുന്നു. ഇത് ക്രിക്കറ്റിന് ഒരു ചെറിയ അടി തരുന്നു. അവിടെ ഇന്ത്യയുടെ ഡോമിനൻസ് ക്രിക്കറ്റിൽ ഇനിയും സ്ട്രോങ് ആകുമെന്ന് ഇതിൽ അറിയാൻ പറ്റുന്നു. TCS എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു പുതു കമ്പനിയെ $700 മില്യൺ കാസഗ്രൻഡി അവർ വാങ്ങുന്നു. ക്ലൗഡ് സംബന്ധപ്പെട്ട കമ്പനിയാണത്. ഇവരെ ഇന്നും സ്ട്രെങ്തൻ ചെയ്യുന്നതിൽ ഏതൊരു സംശയവുമില്ല. സിപ്ല എന്ത് ചെയ്യുന്നു വെച്ചാൽ എല്ലിലിയൊപ്പം ചേർന്ന് ജോയിന്റ് മാർക്കറ്റിംഗിൽ അവരെ മരുന്നിനെ ലോഞ്ച് ചെയ്യുന്നു ഫോർ ഒബീസിറ്റി ആൻഡ് ഡയബറ്റീസ്. ഇത് സിപ്ലയ്ക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ്. എല്ലിലിക്ക് റെഡിമെയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഇത് കിട്ടും. അടുത്തത് JSW അക്സാൽ നോബലിൻ്റെ 62% അവർ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നു. കൺട്രോൾ അവരുടെ അടുത്ത് ഇപ്പോൾ വന്നിരിക്കുന്നു. ഇത് കാരണം അവർ വലിയ ലെവലിൽ ഇപ്പോൾ കയറാൻ പോകുന്നു. മരുന്ന് കമ്പനി ഫൈസർ ഇപ്പോൾ എന്ത് പറയണമെന്ന് വെച്ചാൽ ആയിരക്കണക്കായ ജോലിയെ സ്വിറ്റ്സർലാൻഡിലും മറ്റ് സ്ഥലങ്ങളിലും ഞങ്ങൾ കട്ട് ചെയ്യാൻ പോകുന്നു. ഞങ്ങളുടെ അടുത്ത് ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് പേരിനെ ഇറക്കി വിട്ടാൽ തന്നെ നന്നായിരിക്കും എന്ന് പറയുന്നു.
ഈ ജോലി ഞങ്ങൾ തുടങ്ങിയായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ടാറ്റ മോട്ടാർസ് സ്പെഷ്യൽ ടിപ്പർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ സൈറ്റിൽ ഈ ഡിപ്പർ വന്നിട്ട് ഡീപ്പ് മൈനിങ് എക്സ്കവേഷനിൽ വളരെ സ്പെഷ്യലിസ്റ്റാണ്. അത് മാത്രമല്ലാതെ ജെൻസെക്സിനെ അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഇത് വന്നിട്ട് അതർ ദാൻ വെഹിക്കിൾ ചെയ്യുന്ന ബിസിനസ് എന്നാണ് പറയുന്നു. ഇലക്ട്രിക് ഹൈ എൻഡ് വെഹിക്കിൾ ടിപ്പർ ഓർഗനൈസ് ചെയ്യുന്നു. ആദ്യം ഇന്ത്യയിൽ വന്നിട്ട് ഹൈ എൻഡ് ഇലക്ട്രിക് ടിപ്പർ, അതായത് ബാറ്ററി ഹെൽത്ത് ടിപ്പർ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ കംപ്രസ് നാച്ചുറൽ ഗ്യാസ് മോഡൽസും ടാറ്റ വന്നിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നു. 2-3 ദിവസം കൊണ്ട് ടാറ്റ മോട്ടാർസിന്റെ ഷെയർ കയറിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഡീപ്പ് മൈനിങ്ങിനൊക്കെ അവരുടെ സ്റ്റോക്സിന് തന്നെ കൊടുത്തിരിക്കുന്നു. അതേ തന്നെ ന്യൂസാ വന്നിരിക്കുന്നു. അടുത്തതായിട്ട് അമേസോൺ എന്ത് പറയണമെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഞങ്ങൾക്കൊരു വലിയ സെന്റർ ഇരിക്കുന്നു. ഇന്നും ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ ജോലിക്ക് എടുക്കാൻ പോകുന്നു. അതുമല്ലാതെ ഇൻവെസ്റ്റ്മെന്റിന് ഞങ്ങൾ തീർക്കാൻ പോകുന്നു എന്ന് പറയാൻ പോകുന്നു. അതിന് ശേഷം ഇന്ത്യയിൽ ഗോൾഡ് സ്മാൾസ് ഒക്കെ റൈസിലിരിക്കുന്നുമെന്ന്. ഗോൾഡ് സ്മാൾ എന്ന് പറഞ്ഞാൽ എന്ത്? ഇപ്പോൾ നിങ്ങൾ സ്പെൻസർ പോയെങ്കിൽ പാതി കടയ്ക്ക് മുകളിൽ ഗാലിയായിട്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ എക്സ്പ്രസ് അവനിൽ പോയാലും ഒരുപാട് കടകൾ അവിടെ ഗാലിയായിട്ട് തന്നെ ഇരിക്കും. മാളിന് ഒരുപാട് ആൾക്കാർ കെട്ടിവിട്ടിട്ട് കാശൊക്കെ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട്, അതായത് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റും ചെയ്തുകൊണ്ട് വരും, ഞങ്ങളടുത്ത് വരും എന്നാണ് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ടെനൻ്റ് അവിടെ വരുന്നതില്ല. എല്ലായിടത്തും ഞാൻ പറഞ്ഞതുപോലെ മോസ്റ്റ് ഓഫ് ദി പർച്ചേസ് വന്നിട്ട് ഓഫ്ലൈനിലില്ല, ഓൺലൈനിലാണ് നടക്കുന്നത്. ഇപ്പോൾ കണ്ണാടിയും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനിൽ വാങ്ങാമെന്നാൽ എല്ലാവർക്കും വളരെ ഈസി ആയിട്ടും ഇരിക്കുന്നു. അതന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അല്ലാതെ അങ്ങനെ ഓഫ്ലൈനിൽ നോക്കിയിട്ട് ഓൺലൈനിൽ ഇപ്പോൾ വാങ്ങുന്നു. ഇപ്പോൾ വന്നിട്ട് ഡെലിവറിക്ക് ശേഷമാണ് പേയ്മെൻറ്റ് എന്ന സ്കീമും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും വലിയ മാളിൽ പോയി ഷോപ്പ് ചെയ്യുന്നത് ഒരു ആവശ്യമുള്ള കാര്യം പോലെ ഇല്ല. ഇതിനെ നമ്മൾ മനസ്സിലാക്കിയാണ് എടുക്കേണ്ടത്. ഇന്ത്യയിൽ വെൽത്തി ഇൻഇക്വാലിറ്റി വളരെ കൂടിയിരിക്കുന്നതെന്ന് ഇപ്പോൾ കാണാൻ പറ്റുന്നു. അങ്ങനെ എന്ന് വെച്ചാൽ ടോപ്പ് 10% വന്നിട്ട് നിയർലി 70% ഓഫ് ദി വെൽത്തിനെ കൺട്രോൾ ചെയ്യുന്നു. ബോട്ടം 50% സിംപ്ലി വന്നിട്ട് ലെസ് ദാൻ 10% ഓഫ് 6.4% ഓഫ് വെൽത്തിനെ തന്നെ കൺട്രോൾ ചെയ്യുന്നു. മെക്സിക്കോ, ഇന്ത്യ, ചൈന എല്ലാ സ്ഥലങ്ങളെയും ടാരിഫ് ഇടാൻ പോണതായിട്ട് പറയുന്നു. അതിനൊരു പേരും വച്ചിട്ടുണ്ട്. ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്ത് ആ ടാരിഫ് നിന്ന് എസ്കേപ്പ് ആകാൻ പോകുന്നു എന്ന് ഒരു കോൺട്രവേഴ്സി ഇരിക്കുന്നു അവിടെ. ഇത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ന്യൂസാണ്. മെക്സിക്കോ വന്നിട്ട് അമേരിക്കയുടെ അകത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗേറ്റ് വേ ആണ്. അവിടെ കിട്ടിയും പോയില്ലെങ്കിൽ വളരെ കഷ്ടമാണ്. ഇന്നലെ മാർക്കറ്റ് അവേഴ്സിന് ശേഷമാണ് ഓറക്കിളിൻ്റെ റിസൾട്ട് വന്നായിരുന്നു. ഓറക്കിൾസിൻ്റെ റിസൾട്ട് വളരെ മോശമായിട്ടിരുന്നു. കാരണം ഓറക്കിളിൻ്റെ സ്റ്റോക്കിൻ്റെ വില ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. $5 ബില്യൺ എക്സ്ട്രാ ആയിട്ട് അവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോണതായിട്ടും, അതുമല്ലാതെ 25% എക്സ്ട്രാ കടം വാങ്ങാൻ പോണതായിട്ടും പറയുന്നു. ഇതോടെ ചേർത്ത് കടം $100 ബില്യൺ ആകും. ഇപ്പോൾ ഇരിക്കുന്ന പ്രോഫിറ്റ് മാർജിനിൽ ഇത്രയും കടം അവർക്ക് ചെയ്യാൻ പറ്റുമോ, എടുക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് അവരുടെ അടുത്ത് വന്നിരിക്കുന്നു. ഇത് കാരണം ഓറക്കിൾ സ്റ്റോക്സും വീഴാൻ തുടങ്ങി. CBI വന്നിട്ട് അനിൽ അംബാനിയുടെ മോൻ്റെ മുകളിൽ ബുക്ക് ചെയ്തിരിക്കുന്നു. കേസിലിരുന്ന് വരുന്നു ബുക്ക് എന്ന് അവർ ചെയ്തിട്ടുണ്ട്. ബുക്ക് എന്ന് പറഞ്ഞാൽ FIR ആയില്ല, ചാർജ് ഷീറ്റ് ഇട്ടിരിക്കുന്നോ എന്ന് എന്തെന്ന് അറിയാൻ പറ്റുന്നില്ല. എനിവേ അവർ ഏതോ ഒരു പ്രശ്നത്തിൽ മാറ്റി വിട്ടിരിക്കുന്നു. എസ്പെഷ്യലി കാശിനെ ഡൈവേഴ്സിഫൈ ചെയ്ത കേസിലാണ്. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ബാങ്ക് അക്കൗണ്ടിനെ ഫ്രീസ് ചെയ്തിരിക്കുന്നു. ഇത് കാരണം തന്നെ റിലയൻസ് പവറിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ വലുതായിട്ടൊന്നും പറയാത്തത്. പലനാൾ കലൻ ഒരു ദിവസം അകപ്പെടുന്നത് പോലെ ഇന്ന് അകപ്പെട്ടിരിക്കുന്നു. ഇന്നും അനിൽ അംബാനിയെ പിടിച്ചില്ല, പക്ഷെ അനിൽ അംബാനിയുടെ മോനെ പിടിച്ചിരിക്കുന്നു. അവരെ സ്വന്തം വലിയച്ഛൻ മുകേഷ് അംബാനി അവരെ വലിയച്ഛൻ്റെ അടുത്ത് നിന്ന് രക്ഷിക്കുമോ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓവറോളായിട്ട് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ വളരെ വീക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഫെഡ് കട്ട് വന്നാലും ഈ ഡിസെൻ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിനെ ടെൻഷൻ ആക്കിയിരിക്കുന്നു. ഇന്ന് എങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ആകുന്നു എന്ന് നോക്കാം. രൂപ 90.29 ഇരിക്കുന്നു. നന്ദി, നമസ്കാരം.